കേരളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് പുഴ. നിങ്ങളും കേട്ടപ്പോൾ എന്താണാവെന്ന് കരുതിയല്ലേ? സത്യമാണോ? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പുഴയുടെ കരയിലല്ല. ഇത് പൊന്നാനി നഗരസഭയിലെ 20-ാം വാർഡിലെ ഒരു റോഡാണ്. പക്ഷേ മഴക്കാലമായാൽ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ ആരും ഇത് റോഡാണോ എന്ന് ചോദിച്ചു പോകും. കുറച്ച് വർഷങ്ങളായി മഴക്കാലം വന്നാൽ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. കൊല്ലം തോറും വെള്ളം കൂടിക്കൂടി വരുന്നു. വർഷങ്ങളായി ഈ പ്രദേശം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഓടകളിലൂടെയും അഴുക്കുചാലുകളിലൂടെയും വീടുകളുടെ പിന്നാമ്പുറത്തു നിന്നുമെല്ലാം ഒഴുകിയെത്തുന്ന വെള്ളം ഒടുവിൽ വന്നു ചേരുന്നത് ഇവിടെയാണ്. ഓരോ വർഷവും മഴക്കാലം എത്തുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ തോതും വർദ്ധിക്കുകയാണ്. ഈ റോഡിൻ്റെ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങളായി നാട്ടുകാർ പരാതിപ്പെടുന്നു. ജനപ്രതിനിധികൾ മാറുന്നു, പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ മാത്രം മാറുന്നില്ല. മഴ പെയ്താൽ ഇവിടെ താമസിക്കുന്നവർ ആദ്യം നോക്കുന്നത് വെള്ളം എത്ര കയറിയെന്ന്. പക്ഷേ ഇതുവരെ ഒരു ശാശ്വത പരിഹാരവും ഉണ്ടായിട്ടില്ല. മഴ പെയ്താൽ വാഹന ഗതാഗതം ദുഷ്കരം. കാൽനട യാത്രക്കാരുടെ കാര്യം പറയാനില്ല. കുട്ടികളും വയോധികരും ഉൾപ്പെടെ 8-9 കുടുംബങ്ങളാണ് ദിവസം ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ഒരു അത്യാവശ്യ സാഹചര്യം വന്നാൽ പോലും ആളുകൾ ഈ വെള്ളത്തിലൂടെയാണ് പോകേണ്ടി വരുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത് പുതിയൊരു കാഴ്ചയല്ല. വർഷങ്ങളായി അവർ കാണുന്നതും അനുഭവിക്കുന്നതും ഇതുതന്നെയാണ്. ഓരോ വർഷവും മഴ വരും, വെള്ളം കയറും, പരാതികൾ ഉയരും, വാഗ്ദാനങ്ങൾ വരും. മഴക്കാലം കഴിഞ്ഞ് എല്ലാം മറക്കും. അടുത്ത മഴക്കാലത്ത് വീണ്ടും ഇതേ കഥ. ഇനി എത്ര വർഷം കൂടി ഇങ്ങനെ തുടരണം എന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഞാൻ കേരളത്തിലെ ആദ്യത്തെ സ്പോൺസർ പുഴ എന്ന് വിളിക്കുന്നത്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഴയല്ല, വർഷങ്ങളായി പരിഹാരം കാണാതെ നോക്കി നിൽക്കുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങളാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രദേശത്തിന് അത്യാവശ്യമായത് സമ്പൂർണ്ണവും ശാസ്ത്രീയവുമായ ഡ്രെയിനേജ് സംവിധാനമാണ്. താൽക്കാലിക പരിഹാരങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല. ഈ വീഡിയോ കാണുന്ന ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികളും വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് റോഡായി തന്നെ നിലനിൽക്കുമോ അതോ ഔദ്യോഗികമായി പുഴയായി പ്രഖ്യാപിക്കുമോ? കാത്തിരുന്ന് കാണാം.